ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 9 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷം 2 ഭാഗങ്ങളാണ്. ആദ്യ ഭാഗം കാലത്തിന്റെ അടയാളങ്ങളെക്കുറിച്ചും, രണ്ടാമത്തെ ഭാഗം ഫരീസേരെ സദുക്കാരെയും പുളിമാവിനെ കുറിച്ചും പറയാണ്. 2 ഭാഗങ്ങളിലും ഫരീസേരും സദുക്കായരും നിറഞ്ഞു നിൽക്കുന്നു. ആ കാലഘട്ടത്തിലെ ഒരു റിലീജിയസ് ഗ്രൂപ്പാണ് ഈ 2 കൂട്ടരും. ആദ്യ ഭാഗത്ത് ഈശോ അടയാളങ്ങൾ അന്വേഷിക്കുന്നവരെ വിമർശിക്കുക, എന്നിട്ട് പറയാണ് പ്രപഞ്ചത്തിന്റെ കാലാവസ്ഥയുടെ ഒക്കെ അടയാളങ്ങൾ നിങ്ങൾക്കറിയാം, പക്ഷെ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. ഈശോ അവരോട് പറയാണ്, യോനയുടെ അടയാളമല്ല മറ്റൊരു അടയാളം നൽകപ്പെടുകയില്ല. നിന്റെ മുമ്പിൽ ഒരു ചോദ്യം ഉയർത്തിയാണ്, കാലഘട്ടത്തിന്റെ അടയാളങ്ങൾക്കനുസരിച്ച് നീ എത്രത്തോളം ദൈവത്തില് വളരുന്നു? പലതും നീ കണക്കൂട്ടി ജീവിക്കാറുണ്ട്. ദൈവിക രഹസ്യങ്ങളെ നിന്റെ കണക്കൂട്ടലിൽ ഉൾപ്പെടുത്താറുണ്ടോ? അതിനനുസരിച്ച് ആത്മീയതയെ പടുത്തുയർത്താറുണ്ടോ? രണ്ടാമതായിട്ട് നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫരീസേരെയും നിയമജ്ഞരെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താ അവർക്ക് പറ്റിയ പരാജയം? അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് വളർന്നു. അവർ ചിന്തിക്കുക അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു, പക്ഷേ അത് ദൈവിക തലത്തിനനുസരിച്ചായിരുന്നില്ല അവരുടെ ബോധ്യങ്ങൾ. നീ ഒന്ന് പരിശോധിക്കണം. നിന്നെ നയിക്കുന്ന നിൻ്റെതായ ബോധ്യങ്ങള് അത് നിന്റെ തലത്തിലാണോ, അത് ദൈവിക തലത്തിനനുസരിച്ചാണോ? ക്രമീകരിക്കേണ്ടത് ദൈവിക തലത്തിനനുസരിച്ചാണ്. മൂന്നാമതായിട്ട് നീ ഒരു മുന്നറിയിപ്പ് എടുക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ഫരീസേരും സദുക്കായരും അവര് തിരസ്കരിക്കപ്പെട്ടെങ്കിൽ, അവരെ സൂക്ഷിക്കുവാനായിട്ട് ഈശോ വാണിങ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ ജീവിതത്തെ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ നീയും തഴയപ്പെടാമെന്നൊരു സൂചനയുണ്ട്. ജീവിതത്തെ ശ്രദ്ധിക്കണം. നിന്റെ ബോധ്യങ്ങൾ ദൈവിക തലത്തിനനുസരിച്ചാകട്ടെ. നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ തലങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ പടുത്തുയർത്തുവാനും നിന്നോടൊപ്പം ഒരു സജീവ സാക്ഷ്യമായിട്ട് വളർന്നു വരുവാനും എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.